ഇന്ത്യയിലേക്ക് ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്ന എല്ലാ ബൈക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം കൺഫേം ആയിട്ടുള്ള ബൈക്കിനെ പറ്റി മാത്രമേ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുള്ളൂ. എന്തെങ്കിലും കൺഫ്യൂഷനുള്ള ലോഞ്ച് ഉണ്ടെങ്കിൽ അത് അതേപടി വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കുറച്ചും കൂടി ജെനുവിൻ ആയിട്ടുള്ള അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യാത്തൊരു ബൈക്കിനെ പറ്റിയിട്ട് വെറുതെ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നില്ല. ശരിക്കും ഇതൊരു പാർട്ട് 2 വീഡിയോ ആണ്. കഴിഞ്ഞ പാർട്ട് 1 ഇട്ടാലും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പാർട്ട് 2 വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തൊരു വീഡിയോ കൂടിയാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളത്, വീഡിയോ മാക്സിമം ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരു 1K ലൈക്കിലേക്ക് നിങ്ങൾ എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സാണ് ഏകദേശം 32,000 പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഈ ഒരു ലിസ്റ്റിലെടുത്ത ഫസ്റ്റ് ബൈക്ക് BSIയുടെ ബൈക്കാണ്. BSIയുടെ സ്ക്രാംബ്ലർ 650ൻ്റെ ലോഞ്ച് കൺഫേം ആയിട്ടുണ്ട്. ഒരു പ്യുവർ സ്ക്രാംബ്ലർ സ്റ്റൈലിലാണ് വണ്ടി ഇറങ്ങാൻ പോകുന്നത്. വണ്ടിയുടെ ലോഞ്ച് ഡേറ്റ് കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി BSIയുടെ ഗോൾഡ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബൈക്ക് ഉണ്ട്. അതിൻ്റെ സെയിം എഞ്ചിനായിരിക്കും ഈ ഒരു മോഡലിന് അവർ കൊടുക്കാൻ പോകുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ 650 ഒരു സ്ട്രോങ് ലിസ്റ്റ് എന്ന് പറയുന്നത് എൻഫീൽഡിൻ്റെ ബൈക്കുകളായിരിക്കും. എൻഫീൽഡിൻ്റെ ഒരുപാട് ബൈക്കുണ്ട് 650cc. അവർ മോഡലിന് ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു BSI 650 ആയിട്ട് അവർ കൊണ്ടുവരുന്നത്. സ്ക്രാംബ്ലർ സെഗ്മെൻറ്റിൽ നല്ലൊരു സ്ക്രാംബ്ലർ ലുക്കിൽ തന്നെയാണ് വണ്ടി ഇറങ്ങാൻ പോകുന്നത്. വണ്ടിയുടെ ഒരു അപ്രൈറ്റ് ആയിട്ടുള്ള റൈഡിംഗ് മോഷനാണ്. റൗണ്ട് ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റൗണ്ട് ആയിട്ടുള്ള മീറ്റർ കൺസോളാണ്. സ്പോക്ക് വീൽ ടയർസാണ്. ഫ്രണ്ടിൽ 19 ഇഞ്ചും ബാക്കിൽ 17 ഇഞ്ചാണ്. ഇതിൽ ഉപയോഗിച്ച എഞ്ചിൻ ഗോൾഡ് സ്റ്റാറിലെ സെയിം എഞ്ചിനാണ്. 652cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. 650cc ഒരു ടിൻ സിലിണ്ടർ എഞ്ചിനാണല്ല, സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. എൻഫീൽഡിൻ്റെ 650cc ബൈക്ക് കമ്പയർ ചെയ്യുമ്പോൾ എൻഫീൽഡിൻ്റെ പാരലൽ ടിന്നും ഇതൊരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ പ്രൈസിങ്ങിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. എൻഫീൽഡിൻ്റെ BS 650 ഇൻ്റർസെപ്റ്ററൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ചീപ്പറായിരിക്കും. ഒരു 30,000 റുപ്പീസ് ചീപ്പറായിരിക്കും. മാത്രമല്ല ഇതൊരു 5 സ്പീഡ് ട്രാൻസ്മിഷനാണ്. അപ്പോൾ എന്തായാലും വണ്ടിയുടെ ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. ഏപ്രിൽ 23 വണ്ടിയുടെ ലോഞ്ച് ഡേറ്റ് ഇപ്പം പുറത്ത് വിട്ടേക്കുന്നത്. ഇന്ത്യൻ ലോഞ്ച് ഈ ഒരു സമയത്ത് തന്നെ ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ബൈക്ക് BMW ആണ്. BMW F450 GS ആണ്. ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. BMൻ്റെ ഒരു 450cc ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ്. മുമ്പ് G310 GS ആയിരുന്നു ഒരു എൻട്രി ലെവലിൽ ഒരു അഡ്വഞ്ചർ ബൈക്ക്. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബൈക്ക് ഇന്ത്യയിലേക്ക് അവർ കൊണ്ടുവരുന്നത്. G310 GSൻ്റെ എഞ്ചിൻ ഔട്ട്പുട്ട് കുറച്ച് കുറവാണ്. മാത്രമല്ല ഫീച്ചേഴ്സും ഭയങ്കര കുറവായിരുന്നു. അതിൻ്റെ ഒരു ബിഗ്ഗർ അപ്ഡേറ്റഡ് വേർഷനാണ് F450 GS. ഡിസൈനെ കുറിച്ച് എടുത്തു വരേണ്ട ആവശ്യമില്ല. BMൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ബൈക്കിൻ്റെ ഡിസൈൻ അടിപൊളിയാണ്. ഇതിനും കിടിലൻ ലുക്കിൽ തന്നെയാണ് വണ്ടി അവർ ഇറക്കിയേക്കുന്നത്. ഇപ്പോൾ ജർമ്മനിയിലെ BMW മോട്ടോറാണ് വണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നത്, ഡെവലപ്പൊക്കെ ചെയ്തേക്കുന്നത്. പക്ഷേ TVSൻ്റെ ഓസൂർ പ്ലാന്റിലാണ് വണ്ടി നിർമ്മിച്ചേക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് TVSും BMൻ്റെ ഒരു പാർട്ണർഷിപ്പ്. ആ ഒരു പാർട്ണർഷിപ്പിൽ നിർമ്മിച്ചൊരു ബൈക്കും കൂടിയാണ്. ഓൾറെഡി ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസിങ് തന്നെ ഹൈ ആയിരിക്കും. അപ്പോൾ ഡയറക്റ്റ് ഇന്ത്യയിലേക്ക് ഒരു BM ഇത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒടുക്കത്തെ റേറ്റ് ആയിരിക്കും. TVSൻ്റെ കൺട്രോൾ ഉള്ളതുകൊണ്ട് ചെറിയൊരു പ്രൈസിൽ കൺട്രോൾ ഉണ്ടാവും. 421cc ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. 450 എന്ന പേര് മാത്രമേ ഉള്ളൂ. 48 bhp പവറും 43 Nm ടോർക്കാണ്. 6 സ്പീഡ് ട്രാൻസ്മിഷനാണ്. ഏപ്രിൽ 23 വണ്ടി ഒഫീഷ്യലായിട്ട് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യും. എക്സ്പെക്റ്റഡ് എക്സ്ഷോറൂം പ്രൈസ് ഒരു 4.5 lakh to 5 lakh റേഞ്ചിലാണ് എക്സ്ഷോറൂം പ്രൈസ്. പ്രൈസിങ് എന്തായാലും ഹൈ തന്നെയായിരിക്കും. കാരണം BMൻ്റെ ബൈക്കാണ്, പാരലൽ ടിന്നാണ്, എന്തായാലും നല്ല പ്രൈസിങ് ഉണ്ടാവും. പിന്നെ സർവീസ് കോസ്റ്റാണ്, ഒടുക്കത്തെ റേറ്റിംഗ് ആയിരിക്കും സർവീസ് കോസ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ. BMൻ്റെ ബൈക്കിനോട് ക്രേസുള്ള ആൾക്കാരുണ്ടെങ്കിൽ കുറച്ചും കൂടി പൈസ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ബൈക്കിലേക്ക് നോക്കിയാൽ മതി. രണ്ടാമത്തെ ബൈക്ക് BMWയുടെ F450 RR ആണ്. ഇതിൻ്റെ സെയിം എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫുള്ളി ഫയർഡ് ആയിട്ടുള്ള സൂപ്പർ സ്പോർട്ട് മോട്ടോർ സൈക്കിൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വണ്ടി ടെസ്റ്റിങ്ങിലൊക്കെ സ്പൈ ചെയ്തതാണ്. ഇത് കുറച്ചും കൂടി റോഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. ഈ ഒരു ബൈക്കിൻ്റെ ലോഞ്ച് പെട്ടെന്ന് ഉണ്ടാവില്ല. ഇതിൻ്റെ ഫൈനൽ ടെസ്റ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ബ്രാൻഡ് KTM ആണ്. KTMന് ഒരുപാട് അപ്ഡേഷൻ വരുന്നുണ്ട് ഏപ്രിലിൽ തന്നെ. KTMൻ്റെ വരാൻ പോകുന്ന ബൈക്കുകൾ 350 റേഞ്ചിലായിരിക്കും. ഓൾറെഡി നമ്മുടെ ബജാജ് 350ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ബൈക്ക് കൊണ്ടുവരുന്നുണ്ട്. ട്രയംഫും ഓൾറെഡി വണ്ടി ലോഞ്ച് ചെയ്തു. ഇനി KTM ആണ്. KTMൻ്റെ 350 ആയിട്ടുള്ള ഡ്യൂക്ക്, അഡ്വഞ്ചർ 350, ഇതൊക്കെ 350ലേക്ക് ഡൗൺ സൈഡ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. GST കുറച്ച് കുറയാൻ വേണ്ടിയിട്ടാണ് 350ലേക്ക് ഡൗൺ സൈഡ് ചെയ്യുന്നത്. ഇങ്ങനൊരു അപ്ഡേഷൻ വരുമ്പോൾ മെയിനായിട്ട് KTM എഞ്ചിനിൽ തന്നെയാണ് വർക്ക് ചെയ്യേണ്ടത്. എഞ്ചിൻ്റെ ബോർ സൈസ് കുറക്കണം, ഡിസ്പ്ലേസ്മെൻറ്റ് കുറക്കണം, സ്ട്രോക്കിലൊക്കെ ചെറിയ വ്യത്യാസം വരും. പഴയ 398cc എഞ്ചിൻ ആ ഒരു CC ഒക്കെ കുറച്ച് 350ലേക്ക് 349cc റേഞ്ചിലേക്ക് അവർ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ വണ്ടിയുടെ പവർ ഡ്രോപ്പിൽ വ്യത്യാസം വരും. ഒരു 2-3 bhp പവർ കുറഞ്ഞേക്കാം. ടോർക്കിലും വ്യത്യാസം വരും. ബട്ട് ഇപ്പോഴത്തെ പ്രൈസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ KTMൻ്റെ ഡ്യൂക്ക് 390യുടെ പ്രൈസ് കൂട്ടിയിട്ടുണ്ട്. ഇത്രയും നാളും ഒരു കസ്റ്റമറിലേക്ക് പ്രൈസ് എത്താതെ തന്നെ കമ്പനി അബ്സോർബ് ചെയ്തുകൊണ്ട് മാത്രമാണ് പഴയ പ്രൈസിങ്ങിൽ നിന്നത്. ഇനി കമ്പനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 390യുടെ പ്രൈസ് ഏകദേശം 40,000 രൂപ കൂട്ടിയിട്ടുണ്ട്. 350 ലോഞ്ച് ചെയ്യുമ്പോൾ ഒരു 50,000 അവർ കുറക്കും. അപ്പോൾ കുറച്ച് മുമ്പ് ഡ്യൂക്ക് 390 എടുത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ടൈമിലാണ് നിങ്ങൾ എടുത്തത്. KTMൻ്റെ 350യിലെ ഡൗൺ സൈഡ് വേർഷൻ ഈ മാസം തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, ഏപ്രിലിൽ തന്നെ. നാലാമത്തെ ബ്രാൻഡ് ട്രയംഫാണ്. ട്രയംഫിൻ്റെ ബേബി ബോണവിൽ ഇപ്പോൾ ടെസ്റ്റിങ്ങിന് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ബജാജിൻ്റെ പാർട്ണർഷിപ്പോട് കൂടി ട്രയംഫ് ഏകദേശം ഒരു 5 മുതൽ 6 മോഡൽ വരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. ട്രയംഫിൻ്റെ എല്ലാ മോഡലും 400ലുള്ള എല്ലാ മോഡലും സക്സസ് ആയിട്ടുള്ള മോഡൽ തന്നെയാണ്. ഇത് കുറച്ചും കൂടി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ബേബി ബോണവിലായിരിക്കും.
ഇതിൻ്റെ എഞ്ചിന് 350 cc തന്നെയായിരിക്കും അവർ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. 350 cc കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രൈസിങ്ങിന് നല്ല കൺട്രോൾ ഉണ്ടാവും. വണ്ടിയുടെ ലുക്ക് ഡിസൈനൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഇത് കുറച്ചും കൂടി ക്ലാസിക് ആയിട്ടുള്ള ബൈക്കാണ്. ഫ്രണ്ടിൽ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന LED ഹെഡ്ലൈറ്റ് ആണ്. പിന്നെ മീറ്റർ നോക്കിയാലും അതേപോലെ തന്നെയാണ്, റൗണ്ട് ഷേപ്പിൽ തന്നെയാണ്. ഫ്രണ്ടിൽ UST ഫോർക്കും ബാക്കിൽ ഡബിൾ ടിൻ ഷോക്കാണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് വിത്ത് ഡുവൽ ചാനൽ ABS ആണ്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വലത് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ട്രയംഫിൻ്റെ സ്പീഡ് 400 എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിന് ഇടത് സൈഡാണ്. പിന്നെ വണ്ടിയുടെ ടാങ്കിൻ്റെ ഡിസൈൻ, ബാക്കിൻ്റെ ടെയിൽ സെക്ഷൻ്റെ ഡിസൈൻ, എക്സോസ്റ്റൊക്കെ അവർ ബോണിവില്ലയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് അവർ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ചിലാണ് വണ്ടി അവർ ഇറക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് കോമ്പറ്റീഷൻ വരാൻ സാധ്യതയുള്ളത് ഹോണ്ടയുടെ ബൈക്കുകളും പിന്നെ എൻഫീൽഡിൻ്റെ 350 cc മോഡലുകൾക്കായിരിക്കും. വണ്ടി എന്തായാലും ഈ വർഷം അവസാനത്തോടു കൂടി ലോഞ്ച് ചെയ്യും. എന്തായാലും ഒരു ഒക്ടോബർ അല്ലെങ്കിൽ സെപ്റ്റംബർ ആ ഒരു ടൈമിലേക്ക് ലോഞ്ച് കൂടുതൽ ചാൻസ് ഉള്ളത്. ലോഞ്ച് ഡേറ്റ് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ലിസ്റ്റിലുള്ള 6ാമത്തെ ബ്രാൻഡ് ഹോണ്ടയാണ്. ഹോണ്ടയുടെ ഏതൊക്കെ ബൈക്കാണ് ഇനി വരാൻ പോകുന്നത് നോക്കാം. നമുക്കറിയാം ഇന്ത്യയിൽ ഹോണ്ടയുടെ ബൈക്കിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് പുതിയ ബൈക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. എല്ലാവരും ട്രസ്റ്റബിൾ ആയിട്ട് വിശ്വസിക്കുന്ന ഒരു ബ്രാൻഡാണ്. ഹോണ്ടയുടെ ബൈക്കിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവും. പ്രത്യേകിച്ച് എഞ്ചിൻ സൈഡൊക്കെ ആ ഒരു ജാപ്പനീസ് എഞ്ചിനീയറിംഗ് റിഫൈൻഡൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഇന്ത്യക്കാർക്കിടയിലേക്ക് ഹോണ്ട പുതിയ ബൈക്കുകൾ കൊണ്ടുവരുന്നത് വളരെ കുറവാണ്. കഴിഞ്ഞ 5 വർഷം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും വളരെ കുറച്ച് ബൈക്ക് മാത്രമേ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ ഇന്ത്യയിൽ. ഇനിയിപ്പോൾ കൺഫേം ആയിട്ടുള്ളത് റെബൽ 300 ആണ്. ഇപ്പോൾ കഴിഞ്ഞ് നമ്മൾ CB300Fഉം CB300R ഡിസ്കണ്ടിന്യൂ ചെയ്തു. ആ ഒരു CB300Rൻ്റെ സെയിം എഞ്ചിനായിരിക്കും ഈ റെബൽ 300 അവർ കൊടുക്കാൻ പോകുന്നത്. ഹോണ്ടയുടെ പ്രൈസിങ്ങിലാണ് എല്ലാവർക്കും പ്രശ്നം വരുന്നത്. കുറച്ച് എക്സ്പെൻസീവ് പ്രൈസിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ CB300R മികച്ച ബൈക്കായിരുന്നു. ഒരുപാട് പേര് ഇറങ്ങിയ സമയത്ത് വണ്ടിയെ അധികം മൈൻഡ് ചെയ്തില്ലെങ്കിലും നിർത്തിയ സമയത്താണെങ്കിൽ ഒരുപാട് പേര് പൊക്കി പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും പ്രൈസിങ്ങിന് കാരണത്താൽ. റെബൽ 300 കുറച്ചും കൂടി ബോബർ സ്റ്റൈലിൽ വരുന്ന ഒരു ക്രൂയിസർ ബൈക്കാണ്. ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് സെക്ഷനൊക്കെ. പിന്നെ സീറ്റും പോസ്റ്ററൊക്കെ ഒരു ബോബർ സ്റ്റൈലിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ടാങ്കിൻ്റെ ഡിസൈനൊക്കെ സീറ്റ് ഹൈറ്റും ഗ്രൗണ്ട് ക്ലിയറൻസും പൊതുവേ കുറവായിരിക്കും ഈ ഒരു മോഡലിന്. CB300R കൊടുത്ത സെയിം എഞ്ചിനാണ്. 286 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. ഏകദേശം 30.4 bhp പവറും 27.4 Nm ടോർക്കുമാണ്. വണ്ടിയുടെ ലോഞ്ച് ഡേറ്റ് ഇതുവരെ ആയിട്ടും പുറത്ത് വിട്ടിട്ടില്ല. ഈ ഒരു വർഷം തന്നെ വണ്ടി ലോഞ്ച് ചെയ്യുമെന്ന് വിചാരിക്കുന്നത്. അടുത്ത ബൈക്ക് ഹോണ്ടയുടെ ഡുവൽ സ്പോർട്ട് മോഡലായിട്ടുള്ള CRF 300L ആണ്. ഒരുപാട് പേരാണ് ഹോണ്ടയുടെ അഡ്വഞ്ചർ ബൈക്കിന് വേണ്ടിയിട്ട്, ഒരു പ്യുവർ അഡ്വഞ്ചർ ബൈക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇപ്പോൾ ഒരു ഹിൻഡ് കിട്ടിയേക്കുന്നത് 2026 ചാമ്പ്യൻഷിപ്പിൽ, ഇന്ത്യൻ ചാമ്പ്യൻഷിപ്പിൽ ഹോണ്ട ഇറങ്ങുന്നുണ്ട്. ഹോണ്ട എൻ്റർ ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ ഒരു മോഡൽ CRF 300L വെച്ചിട്ടാണ് എല്ലാവരുടെ ഇടയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു ബൈക്കിനെ ഒരു ചാമ്പ്യൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ലോഞ്ചിനും ചാൻസ് കുറച്ചുണ്ട്. 100% കൺഫേം ആണെന്ന് പറയുന്നില്ല. എന്തായാലും വണ്ടി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒന്നാമത്തെ കാര്യം വണ്ടിയുടെ ഡിസൈൻ വർക്കാണ്. ഒരു പ്രോപ്പർ അഡ്വഞ്ചർ അല്ലെങ്കിൽ ഒരു ഡുവൽ സ്പോർട്ട് ബൈക്കിൻ്റെ ലുക്കാണ്. ഈ ഒരു അഡ്വഞ്ചർ ബൈക്കിൽ യൂസ് ചെയ്യാൻ പോകുന്ന എഞ്ചിൻ ഹോണ്ടയുടെ CB300Rലെ സെയിം എഞ്ചിൻ തന്നെയായിരിക്കും. കുറച്ചുകൂടി റീട്യൂൺ ചെയ്തിട്ടുള്ള ഓഫ് റോഡ് പെർഫോമൻസിന് വേണ്ടി തയ്യാറാക്കിയ ഒരു എഞ്ചിനായിരിക്കും. ഇന്ത്യൻ ലോഞ്ച് ഡേറ്റ് വന്നു കഴിഞ്ഞാൽ എന്തായാലും അറിയിക്കുന്നതായിരിക്കും. പിന്നെ എന്തായാലും CRF 300L നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ അവർ ഇറക്കുന്നതായിരിക്കും. അടുത്ത കാര്യം വണ്ടിയുടെ പ്രൈസിങ് തന്നെയാണ്. ഈ ഒരു പ്രൈസിങ് ആണ് മെയിനായിട്ടുള്ള വെല്ലുവിളി. കുറച്ച് പ്രൈസിങ് അധികമായിരിക്കും. ഒരു 4 lakh റേഞ്ചിലൊക്കെ വണ്ടിയുടെ ലോഞ്ച് പ്രൈസൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. കുറച്ച് പ്രൈസ് ഹൈ തന്നെയായിരിക്കും. 7ാമത്തെ ബ്രാൻഡ് ബജാജ് ആണ്. ബജാജിൻ്റെ NS 350യും ഡോമിനർ 350യും ഈ മാസം തന്നെ ഏപ്രിലിൽ തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. പഴയ എഞ്ചിനായിരിക്കില്ല, ഡൗൺ സൈഡ് വേർഷനാണ് 350 cc. NS 350ൻ്റെ എക്സ്ഷോറൂം പ്രൈസിൽ വലിയ മാറ്റം ഉണ്ടാവില്ല. ഓൺ റോഡ് പ്രൈസിൽ ചെറിയ വ്യത്യാസം വരും. 5 years വരുന്ന ഇൻഷുറൻസിലെ പ്രൈസ് കുറച്ച് കുറയും. അങ്ങനെ ഓവറോൾ വണ്ടിക്ക് ചെറിയ പ്രൈസ് ഡ്രോപ്പ് ഉണ്ടാവും. അല്ലാതെ എക്സ്ഷോറൂം പ്രൈസിൽ വലിയ മാറ്റം ഉണ്ടാവില്ല. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇത്രയും ബൈക്കാണ് കൺഫേം ആയിട്ടുള്ളത്. ശരിക്കും ഇതൊരു പാർട്ട് 2 വീഡിയോ ആണ്. ഇതിൻ്റെ പാർട്ട് 1 ഓൾറെഡി മുമ്പേ ചെയ്തിട്ടുണ്ട്. പാർട്ട് 2 ഒരുപാട് പേര് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ചെയ്തതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ കാണാത്ത ഒരുപാട് ബൈക്ക് ആ ഒരു പാർട്ട് 1 ഉണ്ടാവും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കമൻറ്റ് ബോക്സിൽ.